ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാമ സച്ചിയുടെ വണ്ടിയുടെ താക്കോലെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. ആ സമയത്താണ് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സച്ചി ആ ഒരു ഷോക്കേസിൽ താക്കോലും വെച്ചിട്ട് നേരെ മേളോട്ട് കയറി പോവുകയാണ്. രേവതി, എനിക്ക് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഞാൻ ഫ്രഷായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് സച്ചി കയറി പോകുന്നത്. ഈ സമയം നോക്കി തന്നെ നമ്മുടെ ഭാമ ആ ഒരു താക്കോല് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ചുറ്റുപാട് നോക്കുന്നുണ്ട്. അടുക്കളയിലാണെങ്കിൽ രേവതി നല്ല തിരക്കിലും. ആ സമയത്ത് ഈ ഭാമ ആ താക്കോലെടുത്ത് കൈ പിടിക്കുന്ന ആ സമയത്ത് തന്നെ ചന്ദ്ര ഭാമേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പം തന്നെ ആ താക്കോല് സാരിയുടെ മറവിലോട്ടും ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ എന്താ ഭാമേ, നീ എന്താ നോക്കുന്നത്? ഒന്നുമില്ല ചന്ദ്രേ, ഞാൻ ചുമ്മാ ഇവിടെ ഈ ഷോക്കേസൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നീ ഇതുവരെ പോയില്ലേ ഭാമേ? അല്ല, നീ പിന്നെ എന്തിനാ നിൽക്കുന്നത്? നിനക്ക് കാണാനുള്ളവരൊക്കെ കണ്ടില്ലേ, കേൾക്കാനുള്ളത് കേൾക്കുകയും ചെയ്തു. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേ, അയ്യോ ചന്ദ്ര, ഞാൻ പോവാണ് ചന്ദ്രേ. എന്താ ഞാൻ ഇവിടെ ഇത്ര നേരം പിടിച്ച് നിൽക്കുന്നു? നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഒരു ഇഷ്ടക്കേടും ഇല്ലേ? നിന്റെ വാലികണ ചുമ്മാ കേൾക്കണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോകാൻ പറയുന്നത്. അല്ലെങ്കിലും നിനക്ക് രേവതിയോടും സച്ചിയോടും കുറച്ച് ഇങ്ങനെ ഒരു സ്നേഹം ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇനി കൂടുതൽ നിൽക്കണ്ട. ഇനി അവരെക്കുറിച്ച് കൂടുതൽ പറയണ കേൾക്കാനൊന്നും എനിക്ക് തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമയാണെങ്കിൽ ശരി എന്നാ ഞാൻ പോയേക്കെന്നും പറഞ്ഞ് ഭാമ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഭാമ അവിടെ നിന്ന് പോയേക്കണേ, അവൾ വന്നിരിക്കുന്നു സച്ചിയുടെ ഒരു ഇതും പറയാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രയെ നിൽക്കുന്നത്. അങ്ങനെ ഭാമയാണെങ്കിൽ പേടിച്ച് വിറച്ച് നേരെ അങ്ങോട്ട് പോവുകയാണല്ലോ. വീട്ടിൽ പോയിട്ട് നേരെ ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതി, നീ പറഞ്ഞതുപോലെ തന്നെ സച്ചിയുടെ വണ്ടിയുടെ താക്കോലും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാം. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതിയാണെങ്കിൽ ആൻറ്റി, ഞാൻ ഉടനെ വരാം ആൻറ്റി, ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എടുത്ത വൈകി നേരെ അങ്ങോട്ട് ഓടിച്ചില്ല. ഭാമയുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. ശ്രുതി, എൻ്റെ ചങ്ക് കിടന്ന് പെടച്ചു പോയി. നീ നിൻ്റെ ബാഗ് എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് സച്ചിയുടെ വണ്ടിയുടെ താക്കോല് ഞാൻ എടുത്തു തന്നത്. അല്ലായിരുന്നെങ്കിലേ ഈ പണിക്കൊന്നും ഞാൻ നിൽക്കില്ല. അയ്യോ അതെ ആൻറ്റി, സത്യമായിട്ടും എൻ്റെ ബാഗ് സച്ചിയുടെ വണ്ടിയുടെ ഡിക്കിയിലാണ്, അത് അവൻ എടുത്തു തരൂലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്കത് എടുക്കാതിരിക്കാനായിട്ട് പറ്റുമോ? എൻ്റെ സ്വർണ്ണമാലയും വളയൊക്കെ ഉള്ളതല്ലേ, അതെനിക്ക് ആവശ്യമുള്ള ബാഗല്ലേ. എന്നുള്ള വൈരാഗ്യം വിട്ടാൻ വേണ്ടി അവൻ ഈ താക്കോൽ തരില്ലെന്ന് എനിക്ക് അറിയാമെന്നേ. അതുകൊണ്ടാണ് ഭാമാൻ്റിയെ വിട്ട് തന്നെ ഞാൻ താക്കോൽ എടുപ്പിച്ചത്. പക്ഷേ ഭാമാൻ്റെ താക്കോല് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഡൗട്ടാവൂലേ? അതുകൊണ്ടാണ് ആരും കാണാതെ എടുത്തുകൊണ്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞ ആൻറ്റി. ഏതായാലും ആൻറ്റി എനിക്ക് വേണ്ടി ഇത്രയും ഉപകാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആൻറ്റിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആൻറ്റി. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. പെട്ടെന്ന് തന്നെ ഇതെടുത്തിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അതൊക്കെ ഞാൻ ഏറ്റു ആൻറ്റി, അതിനെക്കുറിച്ച് ഓർത്തൊന്നും ആൻറ്റി ടെൻഷൻ ആവണ്ടെന്നേ. ആൻറ്റി ആരും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് താക്കോലും കൊണ്ട് രക്ഷപ്പെടലാണ്. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയെയും സച്ചിയെയും കാണിക്കുകയാണ്. അവരിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആൻ്റണിയുടെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ രേവതി പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് അവനോട് നല്ലത് കിട്ടിയിട്ടുണ്ട്, അവൻ അതേപോലെയാണ് എൻ്റെ അടുത്ത് വേഷം കെട്ടിടക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ അവനെ വെറുതെ വിടുമോ സച്ചിയേട്ടാ? പണ്ടൊക്കെ ഞാൻ വെറുതെ വിടുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ നടുറോഡിൽ വെച്ച് അവൻ എന്നോട് അതിക്രമം കാണിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെ വിടുന്ന പ്രശ്നമില്ല സച്ചിയേട്ടാ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ മറുപടിയും കൊടുക്കണം. അനാവശ്യം കാണിക്കാവുന്നവൻ്റെ കരണം അടിച്ച് തകർക്കുകയും ചെയ്യണം. അതാണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇനി ആൻ്റണി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ രേവതി? അവൻ ഉറപ്പായിട്ടും പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങും. അവനോടാണ് നീ കളിച്ചിരിക്കുന്നത്. അവൻ്റെ സ്വഭാവം അറിയാലോ, ശരിക്കും ചെകുത്താൻ്റെ സ്വഭാവമാണ്. അവനെ പെണ്ണെന്നാണെന്നൊന്നുമില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്തിനാ സച്ചിയേട്ടാ ഞാൻ പേടിക്കുന്നത്? എൻ്റെ ഒപ്പം സച്ചിയേട്ടനല്ലേ ഉള്ളത്. സച്ചിയേട്ടൻ ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴുടെ ആവശ്യമുണ്ടോ? എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ അവനെ വിടൂലല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും അവൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയം നോക്കി തക്കം പാർത്താണ് അവൻ എന്തെങ്കിലും നിന്നെ ചെയ്യുന്നതെങ്കിൽ അതൊന്നും ചെയ്യില്ല സച്ചിയേട്ടാ. അവൻ സച്ചിയേട്ടനെ പേടിച്ച് എൻ്റെ അടുത്ത് വരുപോലും ഇല്ല. അതൊന്നും ആലോചിച്ച് സച്ചിയേട്ടൻ പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിടക്കെന്നും പറഞ്ഞുകൊണ്ട് അവർ കിടക്കുക. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ താക്കോല് നേരെ കൊടുക്കാനായിട്ട് ആൻ്റണിയെ വിളിക്കുകയാണ്. അപ്പോൾ ആൻ്റണി മീരയുടെ വീടിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ താക്കോല് കൊടുക്കുകയാണ്. ഏതായാലും ശ്രുതി, ഒരുപാട് നന്ദിയുണ്ട്. ശ്രുതിയുടെയും കൂടി ശത്രുവല്ലേ ആ സച്ചി. അപ്പോൾ സച്ചിക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? അവനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ ശ്രുതി? ഇപ്പം അവൻ കാരണമാണല്ലോ ശ്രുതി ആ വീട്ടിൽ കയറാതെ പിടിച്ചു നിൽക്കുന്നത്.
അപ്പം അവനിട്ട് നല്ലൊരു പണി കൊടുക്കാതെ ശ്രുതിക്കും ഉറക്കം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാനൊരു പണി കൊടുത്തോളാം. താക്കോലേ ആരും അറിയാതെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ തന്നെ കൊണ്ട് വെച്ചോളാം. എന്താ അതുപോലെ? അതെ, ഈ ഒരു പ്രശ്നത്തിൽ ഇനിയും എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ നിൽക്കരുത്. ഒന്നാമത് തന്നെ ആ വീട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അതിനിടയിൽ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും വരച്ചു വെച്ച് എൻ്റെ പേരെടുത്തിടാൻ നിൽക്കരുത്. ശ്രുതി ഞങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തല്ലേ, ഉപകാരം ചെയ്തവരെ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ താക്കോലും കൊണ്ട് പോകണം. അപ്പോൾ ഈരക്കണിലാകെ ടെൻഷൻ. അതേ ശ്രുതി, എനിക്കാകെ പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഇവരെയൊന്നും വിശ്വസിക്കാനും പറ്റില്ല, പ്രത്യേകിച്ച് ആൻ്റണിയെ. അവനെ മഹാകള്ളനാ. തക്കം കിട്ടും തോറും നമുക്കിട്ട് പാര വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഈ ആൻ്റണി ഗുണ്ടകളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, അതൊക്കെ ഞങ്ങൾ ഏറ്റു. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകൾ നേരെ സച്ചിയുടെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് ഉറങ്ങുന്ന ആ സമയമായിരുന്നു. അപ്പോൾ വണ്ടി തുറന്ന് ആ ഒരു ബ്രേക്ക് കട്ട് ചെയ്ത് വിടുകയാണ് ഗുണ്ടകൾ. അതിനുശേഷം ഈ ഗുണ്ടകൾ ഇനിയിപ്പോൾ താക്കോല് വീടിനകത്തേക്ക് വെക്കണമല്ലോ, പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ. പലയിടത്തും നോക്കി എടാ ഇങ്ങനെ താക്കോലിനി അങ്ങനെ വെക്കോടാ, നമുക്ക് അകത്തേക്ക് കയറാനും പറ്റൂല, ഏതെങ്കിലും ജനൽ തുറന്നു കിടക്കണ്ടെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ജനലൊക്കെ ഒന്ന് പതിയെ തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതേ ഒരു ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് വലിച്ചെറിയുകയാണ് ഈ ഗുണ്ടകൾ. എന്നിട്ട് ആ ഗുണ്ടകൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി, എനിക്കൊരു ട്രിപ്പുണ്ട് രേവതി, എനിക്ക് ഉടനെ തന്നെ പോകണം എന്ന് പറയുകയാണ്. ശരി സച്ചിയേട്ടാ, ഞാൻ സച്ചിയേട്ടന് വേണ്ടി ചായ എടുത്ത് വെച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് കയറിപ്പോയി. പക്ഷേ സച്ചി ഈ സമയം കൊണ്ട് വണ്ടിയുടെ താക്കോൽ എടുക്കാൻ വേണ്ടി ഷോക്കേസിന് അങ്ങോട്ട് വരിക. ഇപ്പോൾ ഇവിടെ വണ്ടിയുടെ താക്കോലില്ല. രേവതി, എന്താ സച്ചിയേട്ടാ? അല്ല, ഞാനിവിടെ വെച്ച താക്കോൽ എവിടെ? താക്കോലോ ആര് കൊണ്ടുപോകാനാണ്? വണ്ടി അവിടെ ഇട്ടിട്ട് സച്ചിയേട്ടൻ താക്കോൽ ആരെങ്കിലും കൊണ്ടുപോകുമോ? വണ്ടിയുടെ മുറ്റത്ത് തന്നെ കിടക്കുന്നുണ്ടല്ലോ. അത് ശരിയാ, മുറ്റത്ത് തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ താക്കോൽ ഷോക്കേസിലാണല്ലോ വെച്ചത് ഇന്നലെ വന്നപ്പോൾ. പിന്നെ എങ്ങനെയാ, എവിടെ പോയി എന്നൊക്കെ എനിക്ക് ചോദിക്കുകയാണ്. എൻ്റെ പൊന്ന് സച്ചിയേട്ടൻ വേറെ എവിടെയെങ്കിലേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ ട്രിപ്പും പോകാനുള്ളതാണല്ലോ. ഇനിയിപ്പോൾ താക്കോൽ എങ്ങനെ കണ്ടെത്തും രേവതി? നോക്കാം നമുക്ക്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ആ താക്കോൽ തപ്പി നടക്കുക. അപ്പോൾ രേവതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ജനലിൻ്റെ അരികിലായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു സീനാണ് കാണുന്നത്. സച്ചിയേട്ടാ, ദേ താക്കോൽ കിട്ടിയല്ലോ. സച്ചിയേട്ടൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആ താക്കോൽ ദേ ആ ജനലിൻ്റെ അവിടെയാണ് കിടക്കുന്നത്. ജനലിൻ്റെ അവിടെയാ? അതെങ്ങനെ ജനലിൻ്റെ അവിടെ കിടക്കാനുള്ള സാധ്യത? ഞാനേ താക്കോൽ ഷോക്കേസിലാണല്ലോ വെച്ചത്. സച്ചിയേട്ടൻ മറന്നുപോയതായിരിക്കും. സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്നല്ലാതെ ആ താക്കോല് പിന്നെ വേറെ ആരുടെയും കയ്യിൽ നിന്ന് വീഴോ? ഷോക്കേസിൽ വെച്ച് താക്കോൽ എന്താ പറന്നുപോയി അവിടെ കിടന്നോ? സച്ചിയേട്ടൻ ചുമ്മാ ഒരു വെളിവില്ലാതെ, നീ എന്നെ വെളിവില്ലാത്തവൻ ആക്കിയോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട സച്ചിയേട്ടനെ പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറയുകയാണ്. ശരിയാ രേവതി, നീ ആ താക്കോലും ഇങ്ങെടുത്താ എന്ന് പറഞ്ഞുകൊണ്ട് താക്കോലും മേടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ സൂക്ഷിച്ചും കണ്ടൊക്കെ ഡ്രൈവ് ചെയ്യണേ എന്ന് പറയാം. അതെന്താ രേവതി നീ പതിവില്ലാത്ത പോലെ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? ഒന്നുമില്ല, സച്ചിയേട്ടൻ ഇന്നലെ ആൻ്റണിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ മനസ്സിലൊരു ടെൻഷൻ. ഞാൻ കുറേ ധൈര്യം പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലും കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ആൻ്റണി വളരെ മോശമായ ആളാണ്. അതുകൊണ്ട് ആൻ്റണിയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇന്നലെ ആൻ്റണിയുടെ കരണത്തടിച്ചവളാണോ എന്നോട് ഇങ്ങനെ കിടന്ന് പറയുന്നത്? അതൊക്കെ വിടുന്നത് സച്ചിയേട്ടൻ ഏതായാലും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നു പറഞ്ഞുകൊണ്ട് താക്കോല് കൊടുത്ത് നേരെ സച്ചി വണ്ടിയിലേക്ക് കയറുകയാണ്. ടാറ്റയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചിട്ട് പോവുക. വണ്ടി ഓടിച്ച് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി നിർത്താനുള്ള ശ്രമം, എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോ. അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക് ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. സച്ചി പേടിച്ചു, ഇതെന്താണാവോ ബ്രേക്ക് കിട്ടാത്തത്. പക്ഷെ സച്ചി മാക്സിമം പതിയെ വണ്ടി ഇങ്ങനെ ഓടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും പോയി തട്ടുമോ ഉള്ളൊരു പേടി നമ്മുടെ സച്ചിക്കുണ്ട്. സ്റ്റിയറിങ്ങും മര്യാദയ്ക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ സച്ചി ബ്രേക്ക് ഒരുപാട് ചവിട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബ്രേക്ക് കിട്ടുന്നില്ല, വണ്ടി നിൽക്കുന്നില്ല. ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി സച്ചിക്ക് വലിയ അപകടം സംഭവിക്കുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.